ബൈബിളിലെ ഉൽപ്പത്തി പുസ്തകം മുതൽ ആധുനിക കാലത്തെ രാഷ്ട്രീയ സംഘർഷങ്ങൾ വരെ നീണ്ടുകിടക്കുന്ന ഇസ്രായേലിന്റെ ചരിത്രം. ലോക ചരിത്രത്തിന്റെ താളുകളിൽ ഒരു ജനത തങ്ങളുടെ ദേശത്തിനായി നൂറ്റാണ്ടുകളോളം നടത്തിയ പ്രവാസത്തിന്റെയും ഉടമ്പടിയുടെയും തിരിച്ചുവരവിന്റെയും കഥ ഇസ്രായേലിന്റേതുപോലെ മറ്റൊന്നുണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയവും സ്വാധീനമുള്ളതുമായ ഈ ചരിത്രം യഹൂദ ക്രൈസ്തവ വിശ്വാസങ്ങളുടെ അടിസ്ഥാനവും ആധുനിക രാഷ്ട്രീയത്തിലെ ഏറ്റവും കലുഷിതമായ പാലസ്തീൻ പ്രശ്നത്തിന്റെ കാതലുമാണ്. യാബോക്ക് നദിക്കരയിൽ ഇരുട്ട് കട്ടിയായി വീണൊരു രാത്രി. ആ രാത്രി ഇസഹാക്കിന്റെ മകൻ യാക്കോബിനെ സംബന്ധിച്ചിടത്തോളം ഭയത്തിന്റെയും പ്രത്യാശയുടെയും സംഗമദിനമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സഹോദരനായ ഏസാവിന്റെ അവകാശം തട്ടിയെടുത്തതിന്റെ ഭാരം യാക്കോബിന്റെ മനസ്സിൽ കനത്തുനിന്നു. ഏസാവ് തന്നോട് പ്രതികാരം ചെയ്യുവാൻ എത്തുമോ എന്ന ഭയം യാക്കോബിന്റെ ഉറക്കം കെടുത്തി. തന്റെ കുടുംബത്തെയും സമ്പാദ്യത്തെയും യാക്കോബ് നദി കടന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് അയച്ച ശേഷം യാക്കോബ് തനിച്ചായി. ആ രാത്രി യാക്കോബ് തന്റെ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ചു. വിധിയെ കാത്ത് അയാൾ കാത്തിരുന്നു. അപ്പോഴാണ് ആ സംഭവം നടന്നത്. ഇരുട്ടിന്റെ മറവിൽ എവിടെ നിന്നോ വന്ന ഒരാൾ യാക്കോബിനെ പിടികൂടി. വന്നയാൾ ആരാണെന്നോ എന്തിനാണ് വന്നതെന്നോ തിരിച്ചറിയുന്നതിനു മുമ്പേ ആ രാത്രി മുഴുവൻ നീണ്ടുനിന്ന ആ നിഗൂഢമായ മല്ലയുദ്ധം ആരംഭിച്ചു. അതൊരു സാധാരണ പോരാട്ടമല്ലായിരുന്നു. ശാരീരിക ശക്തിക്കപ്പുറം അത് യാക്കോബിന്റെ ആത്മാവിന്റെ പോരാട്ടമായിരുന്നു. താൻ ആരാണെന്നും എവിടേക്കാണ് പോകുന്നതെന്നും തന്റെ കഴിഞ്ഞ കാലം എന്തായിരുന്നുവെന്നും ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു പോരാട്ടം. യാക്കോബ് പിന്തിരിഞ്ഞില്ല. തന്റെ ജീവിതത്തിലെ എല്ലാ ഭയങ്ങളെയും പാപഭാരങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന ശക്തിയോടാണ് താൻ മല്ലിടുന്നതെന്ന് അയാൾ തിരിച്ചറിഞ്ഞു. പ്രഭാതമായിട്ടും ആഗതൻ യാക്കോബിനെ വിടുന്നില്ല. എന്നാൽ സൂര്യരശ്മി പതിക്കുവാൻ തുടങ്ങിയപ്പോൾ എതിരാളി പോകുവാൻ സമയമായെന്ന് യാക്കോബ് മനസ്സിലാക്കുന്നു. ആഗതൻ യാക്കോബിന്റെ തുടയിലെ സന്ധിക്കൊന്ന് സ്പർശിച്ചപ്പോൾ തന്നെ അയാൾ തളർന്നു പോയിരുന്നു. എങ്കിലും വേദനയിൽ പുളയുമ്പോഴും യാക്കോബ് ആഗതനെ വിട്ടില്ല. എന്നെ അനുഗ്രഹിക്കാതെ ഞാൻ നിങ്ങളെ വിടുകയില്ലെന്ന് യാക്കോബ് ദൃഢസ്വരത്തിൽ പറഞ്ഞു. ആ നിമിഷം ആഗതന്റെ ശബ്ദം അന്തരീക്ഷത്തിൽ മുഴങ്ങി. അത് മനുഷ്യന്റേതുപോലൊരു ശബ്ദമായിരുന്നില്ല, മറിച്ച് അതൊരു ദൂതന്റെയോ അല്ലെങ്കിൽ ദൈവ സാന്നിധ്യമോ ആയിരുന്നു. മല്ലയുദ്ധത്തിനു ശേഷം നിന്റെ പേരെന്താണെന്ന് യാക്കോബിനോട് ആഗതൻ ചോദിക്കുന്നുണ്ട്. ചതിക്കുന്നവൻ, കീഴ്പ്പെടുത്തുന്നവൻ എന്നർത്ഥമുള്ള യാക്കോബ് എന്നയാൾ മറുപടി നൽകി. ഇതായിരുന്നു ആ രാത്രിയിലെ ഏറ്റവും നിർണായകമായ നിമിഷം. ആ പഴയ പേര്, ചതിയുടെയും വഞ്ചനയുടെയും ഭാരം പേറുന്ന ആ പേര് എന്നേക്കുമായി മാറ്റപ്പെടുവാൻ പോവുകയായിരുന്നു. ഇനി നിന്റെ പേര് യാക്കോബ് എന്നല്ല, ഇനി മുതൽ നീ ഇസ്രായേൽ എന്നറിയപ്പെടും. കാരണം നീ ദൈവത്തോടും മനുഷ്യരോടും മല്ലിട്ട് ജയിച്ചിരിക്കുന്നു. ആ സ്ഥലത്തിന് യാക്കോബ് പെനിയേൽ എന്ന് നാമകരണം ചെയ്തു. ഈ ഒറ്റ രാത്രിയിലെ മല്ലയുദ്ധം യാക്കോബിനെ മാറ്റിമറിച്ചു. പഴയ പാപങ്ങളെ ഭയന്ന് ഒളിച്ചോടിയ യാക്കോബ് പുതിയ പേരിൽ ആത്മവിശ്വാസം നിറഞ്ഞ മനസ്സുമായി ധൈര്യത്തോടെ മുന്നോട്ട് നടന്നു. ഇസ്രായേൽ എന്ന പേര് തന്റെ സന്തതികൾക്ക് ലഭിച്ച ഏറ്റവും വലിയ പൈതൃകമായി മാറി. ഇസ്രായേൽ ദൈവത്തോട് മല്ലിടുന്നവൻ. ബൈബിളിലെ പഴയ നിയമമാണ് ഇസ്രായേൽ ജനതയുടെ ആദിമ ചരിത്രത്തിന്റെ പ്രാഥമിക രേഖ. ദൈവം ഒരു ജനതയെ തിരഞ്ഞെടുക്കുകയും അവരുമായി ഒരു ഉടമ്പടി സ്ഥാപിക്കുകയും അവർക്കൊരു ദേശം വാഗ്ദാനം ചെയ്യുന്നതുമാണ് ഇതിന്റെ കാതൽ. മെസപ്പൊട്ടോമിയയിലെ ഊർ എന്ന പുരാതന നഗരത്തിൽ നിന്ന്
ഏകദേശം 4000 വർഷം മുമ്പ് പൂർവ്വപിതാവായ അബ്രാഹത്തെ വിളിച്ചതിലൂടെയാണ് ഈ മഹാകഥ ആരംഭിക്കുന്നത്. അബ്രാഹത്തിന്റെ സന്തതികൾക്ക് കാനാൻ ദേശം എന്നേക്കും അവകാശമായി നൽകാമെന്ന ദൈവത്തിന്റെ വാഗ്ദാനം. അബ്രഹാമിൽ നിന്ന് ഇസഹാക്കിലേക്കും ഇസഹാക്കിൽ നിന്ന് യാക്കോബിലേക്കും ഈ വാഗ്ദാനം കൈമാറി. രാവിയേറച്ചെന്ന് ദൈവത്തിന്റെ ദൂതനുമായി മല്ലയുദ്ധം ചെയ്ത ശേഷം യാക്കോബിന് ലഭിച്ച ഇസ്രായേൽ എന്ന ദിവ്യനാമം ഈ ജനതയുടെ സ്വത്വത്തെ നിർവചിച്ചു. യാക്കോബിന്റെ 12 മക്കൾ റൂബൻ, ശിമയോൻ, ലേവി, യൂദ, ദാൻ, നഫ്താലി, ഗാദ്, ആഷേർ, ഇസാഖർ, സെബലൂൺ, ജോസഫിന്റെ സന്തതികളുടെ ഗോത്രം ബെഞ്ചമിൻ ഉൾപ്പെടെ ഇസ്രായേലിന്റെ 12 ഗോത്രങ്ങളായി ഭൂമിയിൽ വേരുറപ്പിച്ചു. കാലക്രമേണ യാക്കോബിന്റെ കുടുംബം ക്ഷാമം കാരണം ഈജിപ്തിലെത്തി. എന്നാൽ അവിടെ അവർ ഫറവോന്റെ കീഴിൽ കഠിനമായ അടിമത്തത്തിൽ ഞെരിഞ്ഞമർന്നു. 4 നൂറ്റാണ്ടോളം നീണ്ട ഈ ഇരുണ്ട യുഗത്തിന് വിരാമമിട്ടുകൊണ്ട് ദൈവത്തിന്റെ നിയോഗപ്രകാരം മോശ രംഗപ്രവേശനം ചെയ്തു. ഈജിപ്തിലെ ഫറവോന്റെ ദുർവാശിയെ 10 ബാധകളിലൂടെ തകർത്ത മോശ ചെങ്കടൽ ഭേദിച്ച് ലക്ഷക്കണക്കിന് ഇസ്രായേലിയരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചു. ഈ പുറപ്പാടനുഭവം ഇസ്രായേലിന്റെ സ്വയം നിർണയത്തിന്റെയും ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിന്റെയും ഏറ്റവും വലിയ പ്രതീകമായി നിലകൊള്ളുന്നു. പുറപ്പാടിന് ശേഷം സീനായി മലയിൽ വെച്ച് മോശയ്ക്ക് ലഭിച്ച 10 കൽപ്പനകളും നിയമസംഹിതകളും ഇസ്രായേൽ ജനതയെ ലോകത്തിനു മുന്നിൽ ഒരു നിയമമതം അനുസരിക്കുന്ന തിരഞ്ഞെടുക്കപ്പെട്ട സമൂഹമായി സ്ഥാപിച്ചു. മരുഭൂമിയിലെ 40 വർഷത്തെ കഠിന സഞ്ചാരത്തിനൊടുവിൽ മോശയുടെ പിൻഗാമിയായ ജോഷയുടെ നേതൃത്വത്തിൽ അവർ വാഗ്ദത്ത ദേശമായ കാനാനിൽ പ്രവേശിച്ച് അത് കീഴടക്കി. കാനാനിലെ വാസസ്ഥലങ്ങളിൽ രാജഭരണം വരുന്നതിന് മുമ്പ് സാംസൺ, ഗിദയോൻ, സാമുവേൽ തുടങ്ങിയ ന്യായാധിപന്മാർ ഗോത്രങ്ങൾക്ക് മാർഗദർശനം നൽകി. എന്നാൽ അയൽ രാജ്യങ്ങളോട് മത്സരിക്കുവാനും കേന്ദ്രീകൃത ഭരണം നേടുവാനും ജനങ്ങൾ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടു. അങ്ങനെ സാവൂളിന്റെ ഭരണത്തിലൂടെ ഏകീകൃത രാജവാഴ്ച ആരംഭിച്ചു. സാവൂളിന് ശേഷം വന്ന ഇടയബാലൻ ദാവീദ് ഗോലിയാത്തിനെ വധിച്ചതിലൂടെയും ജെറുസലേമിനെ തലസ്ഥാനമാക്കിയതിലൂടെയും ഇസ്രായേലിന്റെ ഏറ്റവും മഹാനായ രാജാവായി വാഴ്ത്തപ്പെട്ടു. ദാവീദിന്റെ പുത്രനായ സോളമൻ രാജാവിന്റെ ഭരണവർഷം ഇസ്രായേലിന്റെ സുവർണ കാലഘട്ടമെന്നാണ് അറിയപ്പെടുന്നത്. സോളമൻ നിർമ്മിച്ച ജെറുസലേം ദേവാലയം ഇസ്രായേലിന്റെ ആത്മീയ അടിസ്ഥാനമായി മാറി. എന്നാൽ സോളമന്റെ മരണശേഷം രാജ്യം വടക്ക് ഇസ്രായേൽ എന്നും തെക്ക് യൂദ എന്നും രണ്ടായി പിളർന്നു. ഇതവരുടെ പതനത്തിന് വഴിയൊരുക്കി. BC 722 അസീറിയയും BC 586 ബാബിലോണിയയും ഈ രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി. ബാബിലോണിയക്കാർ ജെറുസലേം ദേവാലയം നശിപ്പിക്കുകയും യൂദാ ജനതയെ അടിമകളാക്കി ദൂരേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ബാബിലോണിയൻ പ്രവാസം യഹൂദ ചരിത്രത്തിനേറ്റ ഏറ്റവും വലിയ ആഘാതമായിരുന്നു. പ്രവാസത്തിനു ശേഷം പേർഷ്യൻ ചക്രവർത്തിയായ സൈറസിന്റെ ഔദാര്യത്തിൽ മടങ്ങിയെത്തിയ ഇസ്രായേൽ ജനത പൂർണ്ണമായും നാമാവിശേഷമായ ജെറുസലേം ദേവാലയം പുനർനിർമ്മിച്ചു. എന്നാൽ
യഹൂദരുടെ ദുരിതം അവിടെ അവസാനിച്ചില്ല. AD 70 റോമാക്കാർ ജെറുസലേം നഗരം പിടിച്ചടക്കി ദേവാലയം പൂർണ്ണമായും നശിപ്പിച്ചു. ഈ സംഭവം യഹൂദ ജനതയെ ലോകമെമ്പാടും ചിതറിച്ചു. ഇതാണ് ഡയസ്പോറ എന്നറിയപ്പെടുന്നത്. തുടർന്ന് റോമാക്കാർ പിടിച്ചെടുത്ത ഇസ്രായേൽ എന്ന പ്രദേശം ഇസ്രായേലിനെ മാനസികമായും ഭൗതികമായും തളർത്തുക എന്ന ഉദ്ദേശത്തോടെ റോമാക്കാർ പാലസ്തീന എന്ന് പുനർനാമകരണം ചെയ്തു. 7-ാം നൂറ്റാണ്ടിൽ ഇസ്ലാം മതം ഉദയം ചെയ്തതോടെ ഈ പ്രദേശം മുസ്ലിം ഖിലാഫത്തുകളുടെ ഭരണത്തിന്റെ കീഴിലായി. പിന്നീട് നൂറ്റാണ്ടുകളോളം ഓട്ടോമൻ സാമ്രാജ്യവും അവിടെ അടക്കി വാണു. എന്നിരുന്നാലും ലോകത്തിന്റെ വിവിധ കോണുകളിലിരുന്ന് യഹൂദർ തങ്ങളുടെ വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങിയെത്തുവാനുള്ള പ്രത്യാശ ഒരു വിശ്വാസമായി നെഞ്ചിലേറ്റി. ാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ ജൂതന്മാർക്കെതിരെ ഉയർന്നുവന്ന വിവേചനങ്ങളും പീഡനങ്ങളും തങ്ങളുടെ ദേശം എന്ന ആശയം വീണ്ടും ശക്തിപ്പെടുത്തി. തങ്ങളുടെ പരമ്പരാഗത ദേശമായ സയണിൽ ഒരു സ്വതന്ത്ര രാഷ്ട്രം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ സയണിസം എന്ന പ്രസ്ഥാനം തിയോഡോർ ഹെർസലിന്റെ നേതൃത്വത്തിൽ ഉടലെടുത്തു. ഈ പ്രസ്ഥാനത്തിന്റെ ഫലമായി ലോകമെമ്പാടുമുള്ള ജൂതർ കൂട്ടത്തോടെ പാലസ്തീനിലേക്ക് കുടിയേറി. 1-ാം ലോക മഹായുദ്ധത്തിൽ ഓട്ടോമൻ സാമ്രാജ്യം തകർന്നപ്പോൾ പാലസ്തീൻ ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിലായി. 1917 ബാൽഫർ പ്രഖ്യാപനം ജൂതന്മാർക്കായി ഒരു ദേശീയ ഭവനം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടീഷ് പിന്തുണ ഉറപ്പിച്ചു. എന്നാൽ ഇസ്രായേൽ ജനം വീണ്ടും കൂടുതൽ പരീക്ഷണങ്ങളുടെ നാളുകളിലേക്ക് തള്ളപ്പെടുകയായിരുന്നു. 2-ാം ലോക മഹായുദ്ധം ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക പോരാട്ടമായിരുന്നെങ്കിൽ അതിനുള്ളിൽ മറഞ്ഞുകിടന്ന അത്യന്തം ക്രൂരമായ വംശഹത്യയായിരുന്നു ജൂത കൂട്ടക്കൊലവ അഥവാ ഹോളോകോസ്റ്റ്. ഹോളോകോസ്റ്റിന് പിന്നിലെ അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രധാന ലക്ഷ്യം സമൂഹത്തിന്റെ എല്ലാ മേഖലകളിലും മികവ് പ്രകടിപ്പിച്ചിരുന്ന ജൂതന്മാരെ ഉന്മൂലനം ചെയ്യുകയും വംശീയമായ ശുദ്ധീകരണത്തിലൂടെ താൻ വിശ്വസിച്ചിരുന്ന ആര്യൻ വംശത്തിന്റെ ആധിപത്യം ഉറപ്പിക്കുകയും ചെയ്യുക എന്നതായിരുന്നു. നാസി ജർമ്മനിയുടെ നേതാവായിരുന്ന അഡോൾഫ് ഹിറ്റ്ലറുടെ വംശവെറിയുടെ ഫലമായി ഏകദേശം 60 ലക്ഷത്തോളം യൂറോപ്യൻ ജൂതന്മാരെ അന്ന് വ്യവസ്ഥാപിതമായി പീഡിപ്പിക്കുകയും കൂട്ടക്കൊല ചെയ്യുകയും ചെയ്തു. വംശീയമായി താഴ്ന്നവരായി കണക്കാക്കിയ ജൂതന്മാരെ ആദ്യം സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തുകയും അവരുടെ പൗരാവകാശങ്ങൾ നിഷേധിക്കുകയും ചെയ്തു. തുടർന്ന് നാസികൾ യൂറോപ്പിലുടനീളം സ്ഥാപിച്ച കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും മരണ ക്യാമ്പുകളിലും വെച്ച് വിഷവാതക അറകൾ ഉപയോഗിച്ചും കഠിനമായ പീഡനങ്ങളിലൂടെയും പട്ടിണിയിലാക്കിയും കൂട്ടമായി കൊലപ്പെടുത്തി. ലോകയുദ്ധത്തിന്റെ അന്ത്യത്തോടെ സഖ്യകക്ഷികൾ ക്യാമ്പുകൾ മോചിപ്പിച്ചപ്പോഴാണ് ഈ വംശഹത്യയുടെ മുഴുവൻ ഭീകരതയും ലോകം മനസ്സിലാക്കിയത്. 2-ാം ലോക മഹായുദ്ധത്തിലെ ജൂത കൂട്ടക്കൊല ഒരു ജൂതരാഷ്ട്രം എത്രത്തോളം അനിവാര്യമാണെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. ഒടുവിൽ 1947 ഐക്യരാഷ്ട്രസഭ പാലസ്തീന എന്ന് വർഷങ്ങൾക്ക് മുമ്പ് പുനർനാമകരണം ചെയ്ത ഇസ്രായേലിനെ വിഭജിക്കുവാൻ നിർദ്ദേശിച്ചു. ഈ പ്രക്ഷുബ്ധമായ സാഹചര്യങ്ങൾക്കൊടുവിൽ 1948 മെയ് 14 ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി ലോക ഭൂപടത്തിൽ പുനർജനിച്ചു. ഇസ്രായേൽ രാഷ്ട്രത്തിന്റെ ജനനം ഉടൻ തന്നെ അറബ് രാജ്യങ്ങളുമായുള്ള യുദ്ധത്തിലേക്ക് നയിച്ചു. 1948 ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിച്ചു.
എന്നാൽ ഈ യുദ്ധം ലക്ഷക്കണക്കിന് പാലസ്തീനികൾക്ക് തങ്ങളുടെ വീടുകൾ നഷ്ടപ്പെടുത്തി. ഇത് നക്ബ അഥവാ ദുരന്തം എന്നാണ് അറിയപ്പെടുന്നത്. ഇസ്രായേലിന്റെ നിലനിൽപ്പ് ഭീഷണിയിലാക്കിയ മറ്റു പ്രധാന യുദ്ധങ്ങളായിരുന്നു 1956 സൂയസ് പ്രതിസന്ധിയും 1973 യോം കിപ്പൂർ യുദ്ധവും. എങ്കിലും ഈ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വഴിത്തിരിവ് 1967 6 ദിന യുദ്ധമായിരുന്നു. ഇസ്രായേലും ഈജിപ്ത്, ജോർദാൻ, സിറിയ എന്നീ അറബ് രാജ്യങ്ങളും തമ്മിൽ നീണ്ടുനിന്ന യുദ്ധമാണ് 6 ദിന യുദ്ധം. ഇസ്രായേൽ കപ്പലുകൾക്ക് സുപ്രധാനമായ ടിറാൻ കടലിടുക്ക് ഈജിപ്ത് അടച്ചതും അറബ് രാജ്യങ്ങളുടെ സൈനിക സന്നാഹങ്ങളും യുദ്ധത്തിന് പ്രധാന കാരണങ്ങളായി. ജൂൺ 5 ഇസ്രായേൽ വ്യോമസേന ഓപ്പറേഷൻ ഫോക്കസ് വഴി ഈജിപ്തിന്റെ വ്യോമസേനയെ അപ്രതീക്ഷിത ആക്രമണത്തിലൂടെ തകർത്തതാണ് യുദ്ധത്തിൽ അവർക്ക് നിർണായക മേൽക്കൈ നൽകിയത്. കേവലം 6 ദിവസങ്ങൾ കൊണ്ട് ഇസ്രായേൽ ഈജിപ്തിൽ നിന്ന് സീനായ് ഉപദ്വീപും ഗാസ മുനമ്പും, ജോർദാനിൽ നിന്ന് വെസ്റ്റ് ബാങ്കും, കിഴക്കൻ ജെറുസലേമും, സിറിയയിൽ നിന്ന് ഗോലാൻ കുന്നുകളും പിടിച്ചെടുത്തു. ഈ യുദ്ധത്തിൽ ഇസ്രായേൽ വൻ വിജയം നേടി. ഈ ഉജ്ജ്വല വിജയം ഇസ്രായേലിന്റെ സൈനിക ശക്തി വെളിപ്പെടുത്തിയെങ്കിലും പിടിച്ചടക്കിയ പ്രദേശങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങൾ മധ്യപൂർവ്വ ദേശത്തെ സംഘർഷങ്ങളുടെ ഗതി എന്നേക്കുമായി മാറ്റിമറിക്കുകയായിരുന്നു. പോരാട്ടങ്ങൾക്കിടയിലും സമാധാനത്തിന്റെ നാമ്പുകൾ വിരിഞ്ഞു. 1979 ഈജിപ്തുമായും 1994 ജോർദാനുമായും ഇസ്രായേൽ സമാധാന ഉടമ്പടി ഒപ്പിട്ടു. പാലസ്തീനിൽ സ്വയംഭരണത്തിനായി ഓസ്ലോ കരാറുകൾ നിലവിൽ വന്നു. എന്നാൽ 1987 ഒന്നാം ഇന്തിഫാദയും 2000 രണ്ടാം ഇന്തിഫാദയും പോലുള്ള പാലസ്തീൻ കലാപങ്ങൾ സമാധാന പ്രക്രിയയെ നിരന്തരം തകർത്തുകൊണ്ടിരുന്നു. 2005 ഇസ്രായേൽ ഗാസയിൽ നിന്ന് പൂർണ്ണമായി പിന്മാറി. 2020 എബ്രഹാം ഉടമ്പടികൾ പ്രകാരം UAE, ബഹ്റൈൻ തുടങ്ങിയ അറബ് രാജ്യങ്ങളുമായി നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചത് പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയ സാധ്യതകളാണ് തുറന്നത്. എന്നാൽ 2023 ഒക്ടോബർ 7 ഹമാസ് എന്ന തീവ്രവാദ സംഘടന ഇസ്രായേലിലേക്ക് അതിക്രമിച്ചു കയറി 1200ഓളം ഇസ്രായേലികളെ കൊന്നതും 250 പേരെ തട്ടിക്കൊണ്ടുപോയതും വീണ്ടും ഇസ്രായേൽ ഗാസ സംഘർഷത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുകയായിരുന്നു. ചുരുക്കത്തിൽ വാഗ്ദത്ത ദേശത്തെ ഒരു ജനതയുടെ വിശ്വാസത്തിന്റെ, പ്രവാസത്തിന്റെ, പ്രതിരോധത്തിന്റെ, ഒടുവിൽ പുനർജനനത്തിന്റെയും നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളുടെയും അനശ്വരഗാഥയാണ് ഇസ്രായേലിന്റെ ചരിത്രം. ഈ പുരാതന ദേശം ഇന്ന് അഭിമുഖീകരിക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളികളും സമാധാനത്തിനായുള്ള അന്വേഷണവും ഈ കഥയുടെ അവസാനിക്കാത്ത അധ്യായമായി തുടരുന്നു.